ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്, അതുപോലെ തന്നെ അവർ കറൻ്റ്ലി എങ്ങനെയാണ് ഇത് രണ്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ടൈം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതായാലും, ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി കൊണ്ട് നടന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരി ചെയ്യാനായിട്ടിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏതെങ്കിലും തരത്തിൽ പുറത്തുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെയോ തടസ്സമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തടസ്സത്തെ അതിജീവിച്ച് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നല്ലൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആര് തന്നെ എതിർത്താലും മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഡിസയറിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിട്ട് വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ റിലേഷൻഷിപ്പ് ആയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികളുടെയൊക്കെ തന്നെ ഒരു തടസ്സമോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു അസൂയയോ അല്ലെങ്കിൽ ഒരു കണ്ണേറോ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും ഇത്. ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് എന്തോ ഒരു തടസ്സമുണ്ട്, പക്ഷേ ഞങ്ങളത് ഓവർകം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പരിമിതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് വരാൻ പോകുന്ന വ്യക്തികളെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ധാരണയോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സ്ട്രഗിൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരുമിച്ച് നേരിടും, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു എൻഡിങ് ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ച് അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ്, എന്താ അതിനെ പറയാം, അത്രയും ഒരു സ്ട്രെങ്തനിങ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇല്ലാതെ നിങ്ങളുടെ ഈ ഒരു ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് അത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കും നിങ്ങൾ മൂലം അത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യത. ഇതിനു മുൻപ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും നിങ്ങൾ രണ്ടുപേരും ഇത്രയധികം ഒരു സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയധികം ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടിയോ നിന്നിട്ടുണ്ടാവണമെന്നില്ല. അത്രയധികം ഒരു ഡീപ്പനിങ് ആയിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ആഴമേറിയ ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ എത്ര വ്യക്തികൾ കയറി ഇറങ്ങിപ്പോയാലും അല്ലെങ്കിൽ എത്ര ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടു പോയാലും ഒന്നും ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ തന്നെ പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒരു വാല്യൂ ആ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിക്കാൻ പറ്റില്ല എന്നറിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് രണ്ടുപേരും ഒരേപോലെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്.
ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം രണ്ടുപേരും വളരെ മെച്യൂരിറ്റിയോട് തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ബാലിശമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് അർത്ഥം. അത്രയും രണ്ടുപേരും ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പാതി വഴി ആയപ്പോൾ തന്നെ, ആ ഒരു മിഡ് വേ ടൈമിൽ എത്തിയപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു കല്ലുകടി വരാനായിട്ട് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചാലഞ്ച് തന്നെ വന്നു കഴിഞ്ഞാലും ഫേസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആരെതിരെ വന്നു കഴിഞ്ഞാലും ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പരീക്ഷണം എന്നോണമാണ് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രം, അല്ലെങ്കിൽ ഇത്രയും ഡിറ്റർമിൻഡായിട്ട് നിന്ന രണ്ട് വ്യക്തികളെ അകന്നു പോകാൻ മാത്രമുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് പരീക്ഷിക്കുക, അല്ലെങ്കിൽ ആ ഒരു എക്സാം എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സം ഏത് രീതിയിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും, ചിലവർക്കത് തേർഡ് പാർട്ടിയുടെ രൂപത്തിലായിരിക്കാം, ചിലവർക്ക് ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യവശാൽ അങ്ങനെ തന്നെ മാറി നിൽക്കണം അല്ലെങ്കിൽ അകന്നു പോകണം എന്ന് നിർബന്ധിതമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കർമ്മയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് വഴി വേദനിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ മുഴുവൻ അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കർമ്മയിൽ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും, നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു വ്യക്തിക്കും. അപ്പോൾ അത് നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു തോത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു കർമ്മ ബാലൻസ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് എത്രത്തോളം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾക്കിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു മഹാദശ ഏതാണ്, ഏത് ദശയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഇതിനെ നമുക്ക് ബേസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ ഒരു സാഹചര്യത്തിൽ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെല്ലാം ഡിഫറെൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു എനർജി, അല്ലെങ്കിൽ മറ്റാരോടും തോന്നാത്ത ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങളിൽ പരീക്ഷിക്കാനും കൂടി വേണ്ടി വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളാണ് തീർച്ചയായിട്ടും അത്രത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, മനസ്സ് നീറിക്കഴിയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി, അല്ലാന്നുണ്ടെങ്കിൽ എത്ര നാൾ നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മാത്രം നമ്മളുടെ തലയിലെഴുത്ത് എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ചില വ്യക്തികൾക്ക് ഈ ഒരു ഫേസ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, അത്രത്തോളം ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചിലർക്ക് അത് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം, ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മനസ്സ് നേറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ചിലർക്ക് അത് ഒരു എൻഡിങ് പീരീഡിലേക്ക് എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഒരു സമയം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ബേസ് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കണമെന്ന് ലെവലേഷൻ പോലും വിചാരിക്കാതെ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും നിങ്ങളോടൊപ്പം തന്നെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നതും. ഇപ്പോൾ നമ്മൾ കറൻലി ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് വൈബായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും അല്ലെങ്കിൽ ഏത് ചാലഞ്ചും നേരിടാൻ റെഡിയായിട്ടിരുന്ന ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസാരമില്ലെങ്കിലൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ടാവാം. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ അവരിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് വൈബാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഡിവിനിറ്റി, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പവിത്രത ഒന്നും ഇപ്പോൾ അവരുടെ ആ ഒരു ഓറയിലില്ല എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പഴയ പോലെയല്ല, ഇവർക്കിപ്പോൾ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ആക്ഷനും എടുക്കുന്നുണ്ടാവില്ല. കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ആ ഒരു റെസ്റ്റ് മോഡിൽ തന്നെയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ഒരു നിസ്സഹായാവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും അനുസരിച്ച് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനായിട്ട് നടന്നിരുന്ന വ്യക്തികളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഈ ഒരു പേഴ്സൻ്റെ എന്ത് പറയുന്ന അല്ലെങ്കിൽ എന്ത് കേട്ട് കഴിഞ്ഞാലും അനുസരിച്ച് നിൽക്കുന്ന, ആ ഒരു ഒബേ ചെയ്ത് നിൽക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മറ്റാരുടെയോ കൺട്രോളിലാണ്. അവർ പറയുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ അവരുടെ പ്രവൃത്തികളോ ഒന്നും അവർക്ക് വേണ്ടിയിട്ടല്ല, അവർ മറ്റാർക്കോ വേണ്ടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യക്തികൾക്കെങ്കിലും ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു ഘട്ടം നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പെർമനൻറ്റ് റീയൂണിയൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ടൈപ്പിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വിട്ട് ഞാൻ പോവില്ല, അല്ലെങ്കിൽ അത്രത്തോളം കമ്മിറ്റഡ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വാക്ക് ഈ നിമിഷം വരെ ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളത് വിട്ട് പുറത്ത് പോയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു രീതിയിൽ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാക്ക്, ആ ഒരു വാക്കിൻ്റെ വില നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ തളർത്തിക്കളയുന്നത് ഇത്രയും സ്നേഹത്തോടു കൂടി പെരുമാറുകയും അല്ലെങ്കിൽ ഇത്രയും ഒരു അഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഇവർക്ക് എങ്ങനെ മാറിപ്പോകാനായിട്ട് സാധിക്കുന്നു, എങ്ങനെ ഈ ഒരു പേഴ്സണെ പറഞ്ഞ വാക്കുകൾ മാറ്റിക്കളയാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ ഞാനില്ലാതെ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കാം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാധിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അവരെ പിന്നോട്ട് വലിക്കുന്നത്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ആക്ഷൻ പോലും എടുക്കാതെ അവർ മാറി നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അവർക്ക് കിട്ടാതിരിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുമായിട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലൂടെയാണ് അവർ പോകുന്നതെങ്കിൽ അത് മാറാനുള്ള ഒരു സമയം അവർക്ക് അനിവാര്യമാണ്. അതുപോലെ തന്നെ പലർക്കും ആശങ്കയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എല്ലാം കാര്യം. അപ്പോൾ അത് ലൈഫ് ലോങ് അവർ നിലനിർത്തി കൊണ്ടുപോകുമോ, ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴും ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളെല്ലാം നമ്മൾ പേഴ്സണൽ റീഡിങ്ങിലൊക്കെ കേൾക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് തന്നെയാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ ഓൾ ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ അവർ ഉദ്ദേശിച്ച് ചെയ്യുന്നത്, ആ ഒരു പേഴ്സണ് ദൈവാധീനക്കുറവോ സമയദോഷമോ അല്ലെങ്കിൽ മാനസികമായിട്ട് അത്ര സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇതൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഏൽക്കാനുള്ളൊരു സാധ്യതയുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഒരു കാലപരിധി ഉണ്ട്. അല്ലാതെ കണ്ടിന്യൂസ്ലി ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. കാരണം ഏതെങ്കിലും ഒരു സമയം എത്തുമ്പോൾ ആ ഒരു പേഴ്സൺ അത് ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം യൂണിവേഴ്സായിട്ട് തന്നെ ഉണ്ടാക്കും. അല്ലാതെ ആർക്കും നമുക്കിവിടെ വാഴാം എന്നുള്ള ഒരു രീതിയിൽ ഒരിക്കലും നടക്കില്ല. കാരണം നമ്മൾക്ക് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ, അവർ എത്രത്തോളം ശക്തിയുള്ളവരും ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ പവർ എന്ന് പറയുന്നത് ആ ഒരു യൂണിവേഴ്സിനാണ്. അതാണ് കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് അതിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവർ ഫൈനലി നിങ്ങളിലേക്ക് എത്തും. പക്ഷെ ആ ഒരു എത്തുന്ന സമയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പലരിലും പലതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം അതിന് സഹായകരമായി തീരും. ഈ ഒരു പേഴ്സണും അവരുടേതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറി വരും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു പേഴ്സണെ തന്നെ ഓർത്ത് ദുഃഖിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങൾക്ക്, അത് നമുക്കറിയാൻ പറ്റും. അത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചങ്ക് കുറച്ച് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും നിങ്ങൾ കൊണ്ടു നടന്നത്. പക്ഷേ നമ്മളിപ്പോഴുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, നമ്മളുടെ ഒരു കർമ്മയാണ് അനുഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷനും ഈ ഒരു വ്യക്തിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അവർ വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതിന് പകരമായിട്ട് നമ്മൾ എന്താ പറയുക,
നമ്മുടെ ഫുൾ എനർജി ഇതിൽ ചിലവാക്കുക, എപ്പോഴും നമ്മൾ ഇവരെക്കുറിച്ച് ആലോചിക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടേതെങ്കിൽ അവരും ഇവരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ, അവരെങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മളായിട്ട് തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂവൽ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടുന്നു, അല്ലെങ്കിൽ ആ ഒരു സോളിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും എന്നുള്ളതാണ്. നമ്മൾ അവരെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ ചെയ്യാനായിട്ടുള്ള കാര്യം. അവർക്ക് നിങ്ങളിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവ് എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സഹായമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം, അവരെ ചേസ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു നെഗറ്റീവ് വൈബ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ബ്ലാക്ക് മാജിക്കോ വാട്ടെവർ ഇറ്റ് ഈസ്, അതിൽ നിന്ന് അവർ പുറത്ത് വന്നോളും. അതിനുള്ള ഒരു സമയപരിധി അല്ലെങ്കിൽ അവരുടെ ഒരു സമയം മാറുന്നതിനനുസരിച്ച് തന്നെ അവർക്കത് റിക്കവർ ചെയ്ത് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് ആണ് നിങ്ങൾ ആദ്യമേ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഒരു പേഴ്സൺ എത്രത്തോളം ബോൾഡായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇവരെങ്ങനെ നിലകൊണ്ടോ അതുപോലെ തന്നെ ഇവർ മാറി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ ചിലപ്പോൾ കുറച്ച് മൗഢ്യമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒബേ ചെയ്യുന്നുണ്ടാവാം, കാര്യങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ സാഹചര്യങ്ങൾ അവരെ മുൻപോട്ട് വിടുന്നുണ്ടാവില്ല, ആകെ പെട്ടിരിക്കുന്നൊരവസ്ഥയിലായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കും. അതിലേക്കുള്ള ഒരു സ്ട്രെങ്തനിങ് പവർ ഈ ഒരു പേഴ്സണ് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു റീയൂണിയനെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തികളെ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അവരുടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൽ പലരും പല സ്റ്റേജിലായിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റീയൂണിയൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയ വ്യക്തികളും ഉണ്ടാവാം, ഇതേ ഒരു സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് ആ ഒരു പൊസിഷൻ വരെ എത്തിയവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് റെസനേറ്റ് ആകുമ്പോൾ ക്ലൂസ് മാത്രം കൊണ്ട് റെസനേറ്റ് ആവില്ല, ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണോ നിങ്ങളുടെ ലൈഫ് കടന്നു പോയിട്ടുള്ളത് എന്നും കൂടി നോക്കിയിട്ട് വേണം ആ ഒരു ക്ലൂസും കൂടി നോക്കാൻ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് ഏരീസ് സോഡിയക് സൈൻ ആണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, മകം നക്ഷത്രം, കാസർഗോഡ്, മലപ്പുറം, നമ്പർ 17, നമ്പർ 24, അക്വേറിയസ് സോഡിയക് സൈൻ, നമ്പർ 15, ലെറ്റർ എ, ലെറ്റർ ഐ, കാർത്തിക നക്ഷത്രം, ലെറ്റർ യു, ലെറ്റർ എച്ച്, ക്യാൻസർ സോഡിയക് സൈൻ, നമ്പർ 7, കോട്ടയം ഡിസ്ട്രിക്റ്റ്, നമ്പർ 18, ലെറ്റർ ജെ, പൂയം നക്ഷത്രം, ഡിസംബർ മന്ത്, എറണാകുളം, ട്രിവാൻഡ്രം, നമ്പർ 4, ലെറ്റർ എൽ, ആൻഡ് ഫൈനലി മകീര്യം നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കാം. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്ന ഒരു എനർജി തന്നെയാണിത്. കാരണം ഇത് നമ്മൾ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കിയതെങ്കിൽ പോലും ഇവിടെ നമുക്ക് ആ ഒരു വളരെ ഒതൻറ്റിക്കായിട്ട് ഒരു ഡെസ്റ്റിനി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പാസ്റ്റ്, പ്രസൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, അതും കൂടി നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. ആ ഒരു സ്ട്രോങ് റീയൂണിയൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.